വട്ടം മാറ്റിവെച്ചപ്പോൾ മാറ്റിവെച്ചതാണ് ഇന്ന് നടന്നത്. സ്വാഭാവികമായും ഇന്നത്തെ പ്രധാന അജണ്ട വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവും പുനരധിവാസവും തന്നെയായിരുന്നു. എനിക്കറിയാം, ദുരന്തമുണ്ടായ അതേ സമയത്ത് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും സർവ്വ സന്നാഹങ്ങളും അവിടെ റെഡിയായിരുന്നു. എല്ലാ തരത്തിലും ഈ നിമിഷം വരെ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ ഭടന്മാർ വൈറ്റ് കാർഡിൻ്റെ പേരിലായിരുന്നാലും ഞങ്ങളുടെ CH സെൻ്ററുകളുടെയും ശിഹാബ് സെൻ്ററുകളുടെയും ഒക്കെ വാഹനങ്ങളും ഫ്രീസറുകളും അതുപോലെ ആവശ്യമായ മുഴുവൻ സഹായങ്ങളും മുസ്ലിം ലീഗും പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരും ധാരാളമുണ്ട്. ഭക്ഷണ വിതരണം അടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് സംഘടനയുടെ മുഴുവൻ ശ്രദ്ധയും ഞങ്ങൾ വയനാട്ടിലേക്ക് മാറ്റിവെച്ചു. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ സാഹിബ് XMP അടക്കമുള്ള ആളുകൾ അവിടെ നിരവധി തവണ സന്ദർശനം നടത്തി. ആ ദുരന്തത്തിൻ്റെ ഭീകരരൂപം പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ സന്ദർശനം കൊണ്ട് അവർക്കൊക്കെ സാധിച്ചു. അതിൻ്റെ ഫലമായി അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ഭക്ഷണ സാമഗ്രികൾ ക്യാമ്പുകളിൽ നിർബാധം ലഭിക്കുന്നുണ്ട്, വസ്ത്രങ്ങളുണ്ടാകുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട്. നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഇനി അവരുടെ പുനരധിവാസമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ 500-ലധികം വീടുകളാണ്, 3 വാർഡുകളാണ് പൂർണ്ണമായും ഇല്ലാതായത്. അവരെ ഹതാശയരായ ഈ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് ഞങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധ കൊടുത്തത്. പാർട്ടി പുനരധിവാസമാണ് നേരത്തെ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾ ഫണ്ട് ആരംഭിച്ചു. സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സുതാര്യമായും ത്വരിതഗതിയിലുമായി നടക്കണം എന്ന് കരുതിയിട്ടാണ് ഓൺലൈനായി ഞങ്ങൾ ഫണ്ട് ആപ്പ് മുഖേന സ്വീകരിക്കാൻ തീരുമാനിച്ചത്. നല്ല പ്രതികരണമാണ് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗുകാരോ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്തുകാരോ പ്രത്യേക സമുദായക്കാരോ അല്ല, എല്ലാ മേഖലയിലുള്ള സാമൂഹിക സാംസ്കാരിക നേതാക്കൾ, സിനിമാ നടന്മാർ, ഉന്നതരായ മത മേലധ്യക്ഷന്മാർ, ഇവരുടെയൊക്കെ സഹകരണവും പിന്തുണയും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടത് ഏതാണ്ട് എനിക്കറിയാം 9 കോടി അടുത്തെത്തിയപ്പോൾ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. കൂടുതൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങളെ പ്രചോദിതമാക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി ഞങ്ങളെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാക്കേജ് ഈ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാക്കേജ്. സമഗ്രമായ റീഹാബിലിറ്റേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഭവന നിർമ്മാണമുണ്ട്. അതുപോലെ തന്നെ വളരെയേറെ ക്യാമ്പുകളിലേക്ക് പോയാൽ കഴിയും. ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നിർത്തി അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ അവരുടെ മാനസികമായ ശാരീരികമായ പരിക്കുകൾക്കപ്പുറത്ത് മാനസികമായ ആഘാതം ധാരാളം ഏറ്റിട്ടുണ്ട്. കുട്ടികളൊക്കെ പറയുന്നത് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ക്യാമ്പിലുള്ള. കാരണം ഉറക്കം വരുമ്പോൾ അവരുടെ കണ്ണിൽ സ്വന്തം ബന്ധുക്കളും അയൽവാസികളും വേണ്ടപ്പെട്ടവരൊക്കെ മരണത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ജീവൻ നിലനിർത്താൻ ഈ ആളുകൾ ചെയ്യുന്ന പരാക്രമങ്ങൾ കണ്ടിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ എത്തിയത്. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അവരെ മാനസികമായും ശാരീരികമായും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തന പദ്ധതികൾ ആലോചിക്കണം. അതുപോലെ തന്നെ അവിടെ സർവ്വവും നഷ്ടപ്പെട്ടു. ഉപജീവനമാർഗം വേണം. നന്നായി ജീവിച്ച ആളുകളാണ്. പട്ടിണി പാവങ്ങളൊന്നും ആയിരുന്നില്ല അവിടെ ഇല്ലെങ്കിൽ എല്ലാവരും. ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിരുന്നു. 60 സെൻറ്റ് ഭൂമി വരെ ഉണ്ടായിരുന്നു. 2-3 നിലകളുള്ള വീടുള്ളവരുണ്ട്. ഇപ്പോഴും പൊളിയാത്ത വീട് മുണ്ടക്കൈ പ്രദേശത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലൂടെ നമ്മളൊക്കെ കാണുന്നതല്ലേ. നല്ല വീടുകളാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസൃതമായ തൊഴിൽ ഉപജീവന മാർഗം കണ്ടെത്തണം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പോകുന്ന ആളുകൾ ഞങ്ങളിന്ന് KMCCയുടെ പ്രതിനിധികൾ യോഗത്തിലുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നും കുട്ടികളെ പാസ്പോർട്ട് അടക്കാൻ പോകുന്നത്.
അപ്പോൾ തൊഴിൽ രഹിതരായ ആളുകൾക്ക് ഉപജീവന മാർഗം അതും കണ്ടെത്തണമെന്ന് മുസ്ലിം ലീഗ് നേരത്തെ തീരുമാനിച്ചാണ് തങ്ങളുടെ പ്രഖ്യാപനത്തിൽപ്പെട്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഭവന നിർമ്മാണം അടക്കം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പാക്കേജാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. അതിൽ മിനിമം ഒരു 100 വീടെങ്കിലും മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്തയിലാണ് പാർട്ടിയുള്ളത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഫണ്ട് ആരംഭിച്ചത്. നല്ല പ്രതികരണം ഉണ്ടാകുന്നു, സന്തോഷമുണ്ട്. ഈ 15-ാം തീയതി വരെ ധനസമാഹരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ മറ്റ് പല സന്നദ്ധ സംഘടനകളും പാക്കേജുകളും സൗകര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ എന്തൊക്കെയാണ് എല്ലാവരും സഹകരിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് സർവകക്ഷി യോഗം അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള പരിപാടികളും പദ്ധതികളൊക്കെ പരിശോധിച്ചിട്ട് എത്രത്തോളം മുസ്ലിം ലീഗിന് ചെയ്യാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കും. എന്താണ് നല്ലത്, എന്താണ് അവിടുത്തെ അവസ്ഥ, കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. മുഖ്യമന്ത്രിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പുറത്തു വരുമ്പോൾ നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇവിടെ വാശിയോ വൈരാഗ്യമോ വിമർശനമോ ഒന്നുമില്ല, സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ ദുരന്തത്തിൽ ഇരയായവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരുടെ വേദനയിൽ പങ്കുചേരുക. അതിനാണ് ഞങ്ങൾക്ക് ഈ ഫണ്ട് തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ അതാണ് അതിലെ മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇന്നത്തെ യോഗം വിലയിരുത്തിയത് അടിയന്തരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂൾ പോകണം. കുറേ ദിവസമായ സ്കൂളുകൾ മുടങ്ങിയിട്ട്. അപ്പോൾ അതിനുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ കണ്ടെത്തണം. അത് സ്കൂള് കുറേ പൊളിഞ്ഞുണ്ട്, കുറേ പൊളിയാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അതെങ്ങനെ തുടങ്ങാൻ കഴിയും, അവിടേക്ക് യാത്ര എങ്ങനെ പറ്റും, ഈ കുട്ടികളെ അവിടെ എത്തിക്കാനുള്ള സൗകര്യം എന്താണ്, ഈ കുട്ടികൾ ക്യാമ്പിൽ നിന്ന് ബന്ധുക്കളെ അടുത്തു നിന്ന് പോരാൻ പ്രാപ്തമായിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് അടിയന്തരമായി ചെയ്യണം. അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ നിങ്ങൾക്കറിയാലോ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അന്ന് അവിടെ എത്തിയത്. ഉടുതുണി പോലും ഇല്ലാതെയാണ് പലരും റെസ്ക്യൂ ടീമിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് അടിയന്തര ആശ്വാസം എന്തെങ്കിലും സഹായ ധനം നൽകണം. അവർക്ക് വസ്ത്രങ്ങൾ, ഒരു കൂട്ട് വസ്ത്രം വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ എവിടെയെങ്കിലും ഒന്ന് പോയി വരാൻ, ഒരു ഫോൺ ചെയ്യാൻ, ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ട്. അടിയന്തര ആശ്വാസം ഗവൺമെൻറ് അവർക്ക് കിട്ടിയ ഈ ധനസഹായത്തിൽ നിന്ന് അടിയന്തര ആശ്വാസം ചെയ്യണം എന്നതാണ് ഇന്ന് ഞങ്ങളൊരു ഡിമാൻഡായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽപ്പെട്ട കർഷകർ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ സർക്കാർ സംവിധാനത്തിലുള്ള ലോണുകളിൽ നിന്ന് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എടുത്ത ലോണ് എഴുതി തള്ളണം. പിന്നെ ദേശസാൽകൃത ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് പോകണം ആ ബാങ്ക് ലോണുകൾ എഴുതി തള്ളാൻ. ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ഇവരെ സഹായിക്കുക? അതുകൊണ്ട് ഇത്തരം പൊതുമേഖലയിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ബാങ്കുകളിലും ഈ ദുരിതബാധിതർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ലോണുകളും എഴുതി തള്ളണം എന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. അതുപോലെ ക്യാമ്പുകളിൽ ഒരാഴ്ചയിലധികമായല്ലോ, ഇനിയും അനിശ്ചിതമായി ക്യാമ്പുകളിൽ താമസിക്കാൻ പലർക്കും വിഷമമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം ആളുകൾ മടങ്ങിപ്പോകണം. എവിടേക്കാണ് പോവുക? പോകാൻ സ്ഥലമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദുരന്തത്തിലൊക്കെ മേപ്പാടിയിൽ 2018 ദുരന്തത്തിലൊക്കെ മടങ്ങിപ്പോയ ആളുകൾക്ക് സ്വന്തം വീട് സംവിധാനം 6 മാസം കൊണ്ടുണ്ടാവുമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നില്ല. ഉണ്ടാവട്ടെ, നല്ലതാണ്. പക്ഷേ ഈ 6 മാസം അവർക്ക് താമസിക്കാൻ മറ്റൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സോ വീടൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ വാടക, അതിനുള്ള ചെലവ് ഗവൺമെൻറ് വഹിക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആളുകളെ അനിശ്ചിതകാലം ക്യാമ്പുകളിൽ നിർത്തേണ്ട ആവശ്യമില്ല. അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം. ആ മടങ്ങിപ്പോകാനുള്ള സൗകര്യവും മടങ്ങിപ്പോയാൽ അവിടെ ജീവിക്കാനുള്ള സൗകര്യവും ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നത് ഞങ്ങൾ പരിശോധിക്കാം. ഗവൺമെൻറ് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അതാണ് ഇന്നത്തെ ഒരു പൊതു ചർച്ച വയനാടിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായത്. ബാക്കി കാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയും. മറ്റ് 2 കാര്യങ്ങൾ കൂടി ഇന്ന് ചർച്ചയ്ക്ക് വന്നു. ഒന്നിപ്പോൾ വിവാദമായിരിക്കുന്ന ഖാദർ കമ്മിറ്റി
റിപ്പോർട്ടാണ്. അതിൽ പല ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പ് വരുന്നുണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകളുണ്ട്, ചില മതസംഘടനകൾ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വിശദമായി ഗവൺമെൻറ് ധൃതി പിടിച്ച് നടപ്പാക്കൂല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കണം. പക്ഷേ അത് നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് എല്ലാ ആശങ്കകളും പരിഹരിക്കണം. അതിലെന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതിലെ പ്രയാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ. ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യണം. ഞങ്ങൾ പാർട്ടി അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങളാണ് അതിൻ്റെ കൺവീനർ. അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദും TV ഇബ്രാഹിം MLA യുമുണ്ട്. 3 പേരും അധ്യാപകരാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും. ഇതാണ് ഇന്ന് ഞങ്ങളെ വയനാടിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലുണ്ട്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിശദീകരിക്കും. വയനാടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതിലെന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ പറയാം. അപ്പോൾ പുനരധിവാസമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ആളുകളുടെ ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് എത്തിക്കേണ്ട സഹായം, അതൊക്കെയാണെന്ന് ചർച്ച ചെയ്തത്, കമ്മിറ്റി ചർച്ച ചെയ്തത്. പിന്നെ അവിടെ ഉള്ള പുനരധിവാസം പറഞ്ഞതുപോലെ സർക്കാർ എന്താണ് പരിപാടി ഇടുന്നു എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അതുപോലെ പല സംഘടനകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമൊക്കെ വീടിൻ്റെ കാര്യത്തിൽ പല ഓഫറുകളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാം നോക്കി അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഒന്ന് വീടുകളാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പോഷക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അവരൊക്കെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ വളരെ എക്സ്പേർട്ടായ ആളുകളുണ്ട്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ, അതാണ് പറഞ്ഞത്. അവരെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് സൈക്കോളജിക്കലായിട്ട് സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന സന്നദ്ധ സംഘടനകൾ, പലരും അത്തരം പ്രവർത്തനങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സംഘടനകൾ പാർട്ടിക്ക് ധാരാളമുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവരൊക്കെ വെച്ച ഓഫറാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തൊഴിൽ ദാനം എന്നുള്ളത് ജനറലായിട്ട് എന്താണ് സർക്കാർ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നു എന്ന് നോക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളും കൈകോർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അല്ല, ഇത് പ്രധാനമായിട്ട് ഈ സമഗ്ര പദ്ധതി എന്ന് പറയുമ്പോഴേ ഈ ഭവന നിർമ്മാണത്തിന് തന്നെയാണോ ഊന്നൽ? അതിന് തന്നെയാണോ? ഭവനാണല്ലോ ആദ്യത്തെ, എല്ലാവർക്കും ഭവനാണല്ലോ. അതുകൊണ്ട് ഭവനത്തിൽ തന്നെയാണ് ഊന്നൽ. മിനിമം 100 വീടെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യം തന്നെയാണ്. വീട് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ക്ലാരിറ്റി ഇനി വരാനുണ്ട്. എവിടെ, എത്ര സെൻറ്റ് ഭൂമിയിൽ, പിന്നെ അത് അവർക്ക് മതിയാവുമോ, അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ പല സർക്കാർ തയ്യാറാക്കുന്ന പ്ലാനുമായി പൂർണ്ണമായി യോജിച്ചു അല്ല. അപ്പം അങ്ങനെയുള്ള പല ക്ലാരിറ്റികളും വരാനുണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷമേ അത് സംബന്ധിച്ച് അതിൻ്റെ ഒരു അന്തിമ രൂപം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ 100% ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ പിന്നെ മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരുമായിട്ട് ചർച്ച ഉണ്ടാവുമെന്നാണ്. ചർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞു. മറ്റു പാർട്ടി ലീഡേഴ്സിനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഡിസ്കസ് ചെയ്തിട്ടേ തീരുമാനിക്കുള്ളൂ എന്ന് റവന്യൂ മിനിസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞു. അല്ല, രാജ്യത്ത് ആകമാനം തന്നെ ഒരു സഹായം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പല സംഘടനകളും അവരുടേതായിട്ടുള്ള നിലയ്ക്ക് വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വീടുകൾ എല്ലാവർക്കും ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണല്ലോ, പ്രത്യേകിച്ച് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അവിടെ നല്ല മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച് പോയ ആളുകളാണ്. അവരെ സംബന്ധിച്ച് ജീവിതം പതുക്കെ പഴയ രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് അതാണ് അവരുടെ ഈ എന്ത് ആവശ്യമാണ് അവർക്കുള്ളതെന്ന് അവർ ഗവൺമെൻറ് തലത്തിൽ തന്നെ ചർച്ച നടക്കണം. ഞങ്ങളും നടത്തും. അതായത് സന്നദ്ധ സംഘടനകൾക്കും നടത്താമല്ലോ. അപ്പോൾ ഇതിൽ ഇതൊക്കെ സഹായങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടത് എന്താണെന്നും കൂടി നോക്കണമല്ലോ. അതാണ് ആ പറഞ്ഞത്. ആ ചർച്ച സ്വാഭാവികമായി ഗവൺമെൻറ് നടത്തുമായിരിക്കും. ഞങ്ങളും നടത്തും, സംശയമൊന്നുമില്ല. അപ്പോൾ സ്വന്തമായി തന്നെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യണോ
അതോ പിന്നെ സർക്കാർ പിന്നെ ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ചെയ്യണോ അല്ലെങ്കിൽ പുറത്ത് ചെയ്യണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഒരു ഫൈനാലിറ്റി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞത്. സമയമാകുന്നേ ഉള്ളൂ. ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന സർക്കാർ തന്നെയാണെന്ന് പ്രതികരിച്ച് കഴിഞ്ഞില്ല. ഇതിനകത്ത് ടൗൺഷിപ്പ് സർക്കാരിൻ്റെതാണ്, അപ്പൊ അതുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നതായിരിക്കില്ലേ? അല്ല, അതിപ്പോൾ സർക്കാരിന് ഒരു രൂപം മനസ്സിലായില്ല. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എവിടെയാണ്, എന്താണ്, ഏതാണ്, അവിടെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുമോ, ബോധത്തിലുണ്ടാവുമോ, പലതും വ്യക്തമാവാനുണ്ടല്ലോ. ഇനി ടൗൺഷിപ്പ് നല്ല നിലയിൽ കൊണ്ടുവരാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തന്നെ ആൾ പാർട്ടി മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ നിലവിലുള്ള ലാൻഡ് ഭീഷണിയുള്ളതാണ് ആ ഏരിയ. അപ്പോൾ ഭീഷണി ഇല്ലാത്ത ഏരിയയിലേക്ക് പിന്നെ ഫോറസ്റ്റിൻ്റെ ലാൻഡോ മറ്റോ വാങ്ങിയിട്ട് ഇത് ഫോറസ്റ്റ് വിട്ടുകൊടുത്തിട്ട് അങ്ങനെയൊക്കെ പല സജഷൻസും വന്നിട്ടുണ്ട്. അതൊക്കെ ഗവൺമെന്റ് ആണല്ലോ ചെയ്യേണ്ടത്. അതിന് ക്ലാരിറ്റി വരട്ടെ. അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ കവളപ്പാറയാവട്ടെ, പുത്തുമലയാവട്ടെ, അപ്പോൾ അന്നത്തെ ദുരന്തം ഉണ്ടായപ്പോൾ പുനരധിവാസ പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ വന്നു? അല്ലാണ്ട് ഇത് കുറ്റമറ്റ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ടൈം ബൗണ്ടായിട്ട് കുറ്റമറ്റ രീതിയിൽ. അതാണ് ഇപ്പോൾ പ്രമേയം പറഞ്ഞത്. ഇപ്പം തന്നെ അവർക്ക് അടിയന്തര സഹായം ഇനി വൈകാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഒന്ന് പറയാൻ കാരണം. അവർക്ക് മൂവ് ചെയ്യണ പൈസ ഇല്ല. അപ്പോൾ അവിടെ ക്യാമ്പ് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചോ, എവിടേക്കെങ്കിലും അവരെ ബന്ധുവീട്ടുകൾക്ക് അവിടെ കൂടെ പോകണ്ടേ, ഓട്ടോറിക്ഷ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ള ഇത് ആദ്യം കിട്ടണം. അതുപോലെ ബാക്കിയൊക്കെ സമയബന്ധിതമായി നടത്തണം. അതാണ് വേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഴിഞ്ഞു നീങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രതിപക്ഷ നേതാവും ഇവരൊക്കെ സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ എംഎൽഎമാർ, UDF എംഎൽഎമാർ ഒന്നിച്ചല്ലേ പറഞ്ഞു. ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ട UDF എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടല്ലോ. പിന്നെ ഓരോന്നും വേറെ വേറെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. കൊടുക്കുക. നമ്മളെ ക്ലാരിറ്റി കുറവ് വേണ്ട. ലീഗ് MLA-മാരെല്ലാവരും പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പിന്നെ ഫണ്ടിലേക്കും കൊടുക്കുന്നുണ്ട്. രണ്ടിലേക്കും കൊടുക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ചവളപ്പാറ അല്ല, പിന്നെ മറ്റേ വേറെ ചോദ്യങ്ങളില്ലല്ലോ. വേറെ ചോദ്യങ്ങളില്ലല്ലോ. ഓക്കെ. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ആവശ്യത്തിലേക്ക് കാണുന്നത്? അല്ല, അത് ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ക്ലിയർ ഡിസ്ക്രിമിനേഷൻ, പക്ഷപാതം. അതത് ജനവിഭാഗങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അതത് ജനവിഭാഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് കളയാണ്. അത് തന്നെ ഒരു കൂട്ടർക്ക് മാത്രം. അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത്. പാർലമെന്റിൽ ഇന്ന് MP-മാർ ചോദിച്ചു, ഇങ്ങനെ പിന്നെ എല്ലാവരുമുള്ള പിന്നെ ഒരു സമ്മിശ്രമായ ബോർഡും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണവും ബാക്കിയുള്ളതൊക്കെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കൊണ്ടുവരുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അതിന് തൃപ്തികരമായ ഉത്തരമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായും തെറ്റാണ്. ഡിസ്ക്രിമിനേഷൻ നിയമത്തിൽ പാടില്ലാത്തതാണ്. ഇത് നിയമപരമായി നിൽക്കില്ല. ഒരു നിയമം ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഇത് തനി പക്ഷപാതമാണ്, ദുഷ്ടലാക്കാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള പ്രതികാരമാണ്. അവിടെ SP സമാജ് പാർട്ടി നേതാവ് പറഞ്ഞ അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ വോട്ട് കിട്ടാത്തതിനുള്ള പ്രതികാരം. അല്ല, പല പാർട്ടികളും ഇതിനോടൊപ്പം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി അടക്കം DMK അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ എന്തെങ്കിലും നീക്കം ലീഗിന്റെ ഭാഗത്ത്? ഇന്ത്യ മുന്നണി തന്നെ മൊത്തത്തിൽ പിന്നെ ഈ ബില്ലിനെ എതിർക്കുകയാണല്ലോ. ഇന്ത്യ മുന്നണി തന്നെ മതിയായ പ്ലാറ്റ്ഫോമാണല്ലോ. ഇന്ത്യ മുന്നണി പ്ലാറ്റ്ഫോം തന്നെ ഞങ്ങളും ഉപയോഗിക്കും. ഇന്ന് എല്ലാ കക്ഷികളും പാർലമെന്റിൽ അതിശക്തമായ നിലയിൽ ഇതിനെതിർത്തിട്ടുണ്ട്. ലീഗ് പ്രതിനിധി ടി മുഹമ്മദ് ബഷീർ വളരെ ശക്തമായ ഭാഷയിൽ ഈ നിയമത്തെ
എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടരും. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കും. ഞങ്ങൾക്ക് തോന്നൽ ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ള ഡിസ്ക്രിമിനേറ്ററി ആയതുകൊണ്ട്. നിയമപരമായിട്ട് കോടതി സമീപിക്കാനുള്ള അല്ല, അത് കൂടിയാലോചിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മൊത്തത്തിൽ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യും. തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിടയിൽ തെരഞ്ഞെടുപ്പ് കേസ് നജീബിൻ്റെ അത് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. വേറെ സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം വിട്ടുപോയത്, ഈ ആഗസ്റ്റ് 15 വരെയാണ് ഞങ്ങളുടെ ധനസമാഹരണത്തിൻ്റെ സമയം. അതിലിപ്പോൾ ശനിയും ഞായറും 10, 11 തീയതികളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ശാഖകളും അവരുടെ ശാഖകളിലെ മുഴുവൻ വീടുകളും മീഡിയ സഹകരണം വേണം. ഞങ്ങളെ എല്ലാ വീടുകളും കയറി ആളുകളെ സമീപിക്കുക. എല്ലാ നാടിൻ്റെ കണ്ണീരൊപ്പാൻ ആണല്ലോ. 10, 11 തീയതികളിൽ ഹൗസ് ക്യാമ്പയിനാണ്. അത് വിജയിപ്പിക്കണം. നിങ്ങളുടെ നല്ല സപ്പോർട്ട് അതിനുണ്ടാവണം. ഓക്കെ, ശരി.